ലോക നാടക ദിനാചരണത്തോടനുബന്ധിച്ച് പള്ളിപ്പുറം സെന്റ് റോക്കീസ് നൃത്ത കലാഭവൻ ചവിട്ട് നാടക സമിതിയും വാവ പള്ളിപ്പുറത്തിന്റെയും നേതൃത്വത്തിൽ നാടക ദിനാചരണം സംഘടിപ്പിച്ചു. ചടങ്ങ് കലാഭവൻ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ലോക നാടക ദിനാചരണത്തോടനുബന്ധിച്ച് പള്ളിപ്പുറം സെന്റ് റോക്കീസ് നൃത്ത കലാഭവൻ ചവിട്ടുനാടക സമിതിയുടെയും വാവ പള്ളിപ്പുറത്തിന്റെയും നേതൃത്വത്തിലാണ് നാടക ദിനാചരണം നടത്തിയത്. പള്ളിപ്പുറം കെയ്റോസ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കലാഭവൻ നൌഷാദ് നിർവഹിച്ചു. ഗവൺമെന്റിന്റെയും ഞങ്ങളാണ് ഈ പൊതുജനങ്ങളിലേക്ക് കഴിഞ്ഞ വർഷത്തെ അവാർഡ് സമയത്ത് അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പല വേദികളിൽ യാത്ര കിട്ടി. നാളെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ വെച്ച് ഞാറക്കിൽ വെച്ച് മാലിപ്പുറത്ത് വെച്ച് സ്വീകരണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന ഈ കലാകാരന്മാരെല്ലാം ചേർത്തിണക്കി കൊണ്ടുപോകുന്നതിന് പിന്നിൽ കഴിഞ്ഞ ഒരു 50 വർഷത്തിന് മുൻപ് നമ്മുടെ പ്രദേശത്തെ ചിന്തിച്ചാൽ പള്ളിപ്പുറത്ത് സെയിന്റ് റോക്കി സ്കൂളിന്റെ പരിസരം ചവിട്ടുനാടകത്തിന്റെ ഒരു ഇടമായി. നാടകത്തെ നെഞ്ചോട് ചേർത്തുവെച്ച് കുടുംബത്തിന്റെ ഭാഗമാക്കണം. നാടകം ലഹരിയാകണമെന്നും നാടകം നാടിനെ ഉണർത്തുന്ന കലാരൂപമാണെന്നും കലാഭവൻ നൌഷാദ് ഉദ്ഘാടനത്തിൽ പറഞ്ഞു. ജോസഫ് പനകൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഞാറക്കൽ ശ്രീനി, അലക്സ് താളൂപ്പാടത്ത്, ബാബു മുനമ്പം, അനിൽ പ്ലാവിൻസ്, ബിജു ജയാനന്ദൻ, വിനോയ് കുമാർ, സേവി താണിപ്പിള്ളി, സനൽ വിൻസെന്റ്, ബെൻഹർ തങ്കച്ചൻ, അലക്സ് താളൂപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് കലാഭവൻ നൌഷാദ്, ഞാറക്കൽ ശ്രീനി, ബിം സെന്റ് ജോഷി, ഡെവീലിയ രാജ് എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. മീൻ വൃത്തിയാക്കുന്നതിനുള്ള പെടാപ്പാടുകളൊന്നുമില്ലാതെ നല്ല പച്ച മീനുകൾ വീട്ടിലേക്ക് എത്തിയാലോ? മായമില്ലാത്ത മത്സ്യത്തിനും മാംസത്തിനും പറവൂർ ഫിഷ് മോൾ. പറവൂർ തോന്നിയക്കാവിൽ പ്രവർത്തനം ആരംഭിച്ച ഫിഷ് സ്റ്റാളിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഇറച്ചി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഹോം ഡെലിവറി സൗകര്യവും.